അല്ലാഹുവിന്റെ പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഓതിക്കൊടുത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്നാണ്. ആ ഖുർആനിന്റെ ആശയവും ആ ഖുർആനിന്റെ ഓരോ വരികളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുതൽ കൂട്ടുകളായി കടന്നു വരണമെന്നാ. എന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നമുക്ക് തന്ന ആരോഗ്യം, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ്സംഅ, നിശ്ചയമായിട്ടും നമ്മുടെ കേൾവികളും നമ്മുടെ കാതുകളും നമ്മുടെ കാഴ്ചകളും നമ്മുടെ ഹൃദയങ്ങളെല്ലാം അല്ലാഹു തആല ചോദ്യം ചോദിക്കുമെന്നാണ്. ദുനിയാവിന്റെ പുറത്ത് തെറ്റുകൾ സംഭവിച്ചുപോയി, കുറ്റങ്ങൾ സംഭവിച്ചുപോയി, അല്ലാഹുവേ സാഹചര്യം കൊണ്ടറിയാതെ പല തെറ്റിലേക്കും വീണുപോയി. എന്നാൽ ഇനി ഞാൻ തൗബ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇനി ഞാൻ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇനി ഞാൻ പൊറുക്കലിന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും നന്നാകണ്ട എന്നല്ല, ജീവിതത്തിൽ അല്ലാഹുവേ തെറ്റുകൾ വന്നുപോയി, തിന്മകൾ വന്നുപോയി. എന്നാൽ അവിടെ നിന്ന് പിന്മാറി തൗബ ചെയ്ത് ഒരു ജീവിതം അല്ലാഹുവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കുമൊന്നുമില്ല. അല്ലേ? ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണ്, ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ വഴികളിലൂടെ, ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ, സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയണോ? അതിനെന്ത് വേണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ, ആ ഖുർആൻ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ്. ആ ഖുർആനെ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ്. എന്നാൽ നമ്മളൊക്കെ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വരാൻ ഏറ്റവും നല്ല മാർഗം ഏതെന്നറിയുമോ? അത്തൗബത്തു ഇലല്ലാഹ്. ഒരു വേള ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു സഹോദരിമാരോട് ചില ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുത്തു. അതിൽപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുക, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ്. നല്ലൊരു തൗബ. ഞാൻ ഏതായാലും തെറ്റ് ചെയ്തു, ഞാൻ ഏതായാലും കുറ്റം ചെയ്തു, ഇനി ഞാൻ മാറൂല. അതുകൊണ്ട് എന്നും ആ ഒരു തെറ്റിന്റെ പേരിൽ ആക്ഷേപിക്കാനും പഴിക്കാനും ഇരിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ്. മനുഷ്യന്മാർ വിചാരിച്ചാൽ തെറ്റ് മനുഷ്യന്മാരിൽ സംഭവിച്ചു പോകും, സംഭവിച്ചിട്ടുമുണ്ടാകും. എന്നും കാലാകാലം ആ തെറ്റിന്റെ വഴിയിൽ തന്നെ നമ്മൾ പോകും. ഒരു പക്ഷേ അതിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാലോ നമുക്കാർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഭാര്യമാർ, അല്ലയോ പ്രിയമുള്ളവരെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ട് കടന്നു വരണം. നല്ല ഒരു തൗബ പാതിരാത്രികളിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ്, അല്ലാഹ് തെറ്റു ചെയ്തവനാണ്, തെറ്റു ചെയ്തവളാണ്, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. സന്തോഷത്തിന്റെ പടികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് അവിടുന്ന് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ ചില ആളുകളോട് ഉപദേശം കൊടുക്കുകയാണ്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നല്ലതുപോലെ നിഷ്കളങ്കമായ തൗബ ചെയ്ത് മടങ്ങിക്കോ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പലതും വന്നു, പലതും പറഞ്ഞു, പല കുറ്റങ്ങളിലേക്ക് പോയി. നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള സമയവും സന്ദർഭവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനിയും അതിന് ഞാൻ നിർത്താൻ പോകുന്നില്ല, ഇനി ഞാൻ ആ വഴി കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ലേ?
എന്നാൽ അവിടുന്ന് 4 ഉപദേശങ്ങൾ കൊടുത്തത് ഒന്നാമത്തത് തൗബ ചെയ്യാനാണ്. രണ്ടാമത്തതോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയമുണ്ടല്ലോ, അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് ബിസ്മില്ലാ, ബിസ്മി നിങ്ങൾ മറക്കല്ല. കാരണം എന്തെന്നറിയുമോ? ബിസ്മി ചൊല്ലി ഭക്ഷണം വെക്കാൻ ഒരുങ്ങുമ്പോ, അരി അടുപ്പത്തിടുമ്പോ ബിസ്മി നിങ്ങൾ ചൊല്ലിയിട്ടാണ് ഇടുന്നതെങ്കിൽ പടച്ചവനെ ആ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. ബിസ്മി കൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നോ ആ ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമാണ്. അതുകൊണ്ടാണ് അവിടെ നല്ലതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് 1 വയസ്സുള്ള 6 മാസമുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള 7 വയസ്സുള്ള മക്കൾക്ക് ചില ഉമ്മമാര് ഭക്ഷണം വാരി കൊടുക്കുമ്പോ, അല്ലാഹുവേ പൊന്നുമക്കൾക്ക് ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഉമ്മാ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെക്കണം. ആ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാകും. ഇന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഉരുള ഉരുട്ടി കുത്തി തിരുമിയാ പോരാ, ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കണം. ഉമ്മ ബിസ്മി ചൊല്ലണം, ഉമ്മയും ചൊല്ലാൻ കഴിയുന്ന മക്കളാണോ ആ മക്കളെ കൊണ്ട് ബിസ്മി ചൊല്ലിപ്പിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രിയമുള്ള സ്വഹാബിമാരുടെ ഭാര്യമാരോട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് നന്മ ചെയ്യുന്നു, നിസ്കരിക്കാൻ കടന്നിരിക്കുന്നു, വീട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടക്കുന്നു, എന്നാൽ ബിസ്മില്ലാ, ബിസ്മി ചൊല്ലാൻ നിങ്ങൾ മറക്കരുത്. ബിസ്മി ചൊല്ലാൻ നിങ്ങൾ മറക്കരുത്, ഇല്ലേ? അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് അവിടുന്ന് ചിലർ അവിടുന്ന് ഉപ്പിടുന്ന സ്വഭാവമുണ്ട്. ഭക്ഷണത്തിൽ ഉപ്പിടുമ്പോഴായാലും ഇനി കറി വെക്കുമ്പോഴായാലും എന്താണ് ചെയ്യുന്നതെങ്കിലും അതിന്റെയൊക്കെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയാൽ സകലമാന രോഗത്തിനും അതൊരു പീയൂഷമാണ്. പല രോഗത്തിനും അതൊരു പീയൂഷമാണ്. ഇതൊരു മുഅ്മിനിന്റെ, മുസ്ലിമായ മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരമോ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ബിസ്മി നമ്മൾ മറക്കരുത്. ബിസ്മി ചൊന്നിടുമോ അതിലൊരു കാര്യമെത്തിടുമോ, മനമിലുരത്ത് പോയി പറഞ്ഞ കാര്യം പോയി മറഞ്ഞിടുമോ, കനവിലുദിത്ത താരകമോ അമ്പിളിയഴകെ പൂനബി മുസ്തഫ മലരെ, വാക്കതു കേട്ടിരുന്നാൽ ജീവിതത്തിൽ വെണ്ണിലാവൊളിവേ, അത്ഭുതമാണ് ഈ കുളിരേ. പടച്ചവനെ, ബിസ്മിയുടെ മഹാത്മ്യമാണ്. ഏതൊരു കാര്യം കൊണ്ടുവെക്കുമ്പോഴും, നമ്മുടെ അലമാരയുടെ ഉള്ളിൽ നമ്മൾ കാശ് കൊണ്ടുവെക്കുമ്പോഴും സ്വർണം കൊണ്ടുവെക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, അവിടെ നമുക്ക് വിജയമാണ്, അവിടെ നമുക്ക് സന്തോഷമാണ്, അവിടെ നമുക്ക് വിജയമാണ്. കൊണ്ടുവെക്കുമ്പോഴും ബിസ്മി, അവിടെ നിന്ന് എടുക്കുമ്പോഴും ബിസ്മില്ല. എപ്പോഴും ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു വന്നാൽ നമുക്ക് വിജയമാണ്. അത് നമുക്കൊരു സന്തോഷമാണ്, അത് നമുക്കൊരു ആനന്ദവുമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ രണ്ടാമതായി പറഞ്ഞു കൊടുത്ത ആയത്ത് ഏതാണ്? ഒന്നാമത്തത് തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്കമായ തൗബ നിങ്ങൾ ചെയ്യുമോ? രണ്ടാമത്തതോ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ആയത്ത് ഏതെന്നറിയുമോ? ബിസ്മില്ലാഹ്, ബിസ്മി നിങ്ങൾ മറക്കാൻ പാടില്ല. മൂന്നാമത്തതായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ.
ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അൻ തശീഅൽ ഫാഹിഷ ആളുകളെ പറ്റി മോശമായത് പറയാൻ അല്ലേ ആളുകളെ പറ്റി കുറ്റങ്ങൾ പറയാൻ ആളുകളെ പറ്റി ആക്ഷേപിക്കാൻ ഏത് സമയം നോക്കിയാലും ഏതോ കാലത്ത് ഒരു തെറ്റ് കണ്ട ആ ഉള്ള തെറ്റിന്റെ പേരിൽ എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ഖുർആൻ പറഞ്ഞവരാണ് യുഹിബ്ബൂന ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോ അവർ ആ വഴിയിൽ വീഴുമെന്നുള്ള ചിന്ത അല്ലേ ഈമാനുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളും അതിലൊന്നും ഒരു പേടിയും ഉണ്ടാവില്ല ഇല്ലേ അല്ലാഹ് വിചാരിക്കാതെ ഈ ദുനിയാവിന്റെ പുറത്ത് ഒന്നും വരില്ല അവിടുന്ന് മൂന്നാമതായിട്ട് അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത് ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അവർക്ക് വലിയ ഇഷ്ടമാണ് അൻ തശീഅൽ ഫാഹിഷ മോശമായത് വിളിച്ചു പറയാൻ അല്ലാഹു മറച്ചു വെച്ച കാര്യങ്ങളെ പരസ്യപ്പെടുത്താൻ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലൊക്കെ 10 പേരോട് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷാണെന്ന് ചില ആളുകൾ എന്താ ചെയ്യാ അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കൂടെ ഉള്ള സഹോദരിമാരോട് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമുണ്ട് ആ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ യാഥാർത്ഥ്യമാക്കണം കാരണം എന്തെന്നറിയുമോ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അങ്ങനെ ഉള്ള ഉമ്മു സലമ റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ കാര്യം എന്തെന്നറിയോ നിറഞ്ഞിരിക്കുന്ന സ്വഹാബിമാരുടെ ഭാര്യമാരുടെ മുമ്പിൽ നിറപുഞ്ചിരിയോടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കൂടെ ഉള്ളവരെ പറ്റി ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കരുത് ഏതുപോലെ അവിടുന്ന് പറവകൾ വന്നിട്ട് കോഴി വന്നിട്ട് കാലുകൊണ്ട് ചിരഞ്ഞിട്ട് അതിന്റെ തീറ്റകൾ കണ്ടുപിടിക്കുന്നത് പോലെ മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ആരെ കൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ചിന്തിക്കുന്ന നിങ്ങൾ അതിനെ അവിടെ ഇങ്ങനെ ഓരോരുത്തരോട് എണ്ണി ചോദിക്കുന്നൊരു സ്വഭാവമുണ്ടോ പറയുന്നൊരു സ്വഭാവമുണ്ടോ വല്ലാഹി വല്ലാഹമ്മല്ലാ തങ്കത്തി അബദാ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരും ചില ആളുകൾ അങ്ങനെ ചില ഉമ്മമാർ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല ചില സഹോദരിമാർക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട് ഒരാളെ പറ്റി അറിയാൻ 100 ആളെ വെറുതെങ്കിലും വിളിക്കും 100 ആളെ വെറുതെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ആ ഒരാളിന്റെ പേര് വീണ പിന്നെ ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണ് ആൾ അതാണ് ഇതാണ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അതിപ്പോ ആരെ പറ്റി പറഞ്ഞാലും ആ ഒരാളെ പറ്റി അവരെന്ത് പറഞ്ഞാലും വിഷയമില്ല അവർക്കൊരു കുഴപ്പമുണ്ടാവൂല അവർക്ക് നന്മകൾ കിട്ടി ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും അല്ലാഹു തആല ആവശ്യം ചില ആളുകൾ എന്തെങ്കിലും ചോദിച്ചാല് വലിയ ആളുകളാകാൻ വേണ്ടി പറയും അല്ലാഹുവേ നമ്മൾ ഭയങ്കര ബന്ധാണ് നമ്മൾ ഭയങ്കര അടുപ്പാണ് പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ് എന്നാൽ അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവര് പറയാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അല്ലാഹു നിങ്ങളെ വല്ലാതെ പരീക്ഷിക്കും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു നിങ്ങൾക്ക് തരും അതെങ്ങനെയാണ് ഒന്നുകിൽ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കാം കാരണം മക്കളെ അല്ലാഹു തആല നമുക്ക് സന്തോഷമായി തന്നതാണ് അവർക്ക് രോഗങ്ങളും ദുഃഖങ്ങളും വന്നാ സഹിക്കാൻ പറ്റോ അവര് വഴിയിലൂടെ അല്ലാഹു പരീക്ഷിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് ചിന്തിച്ചു നോക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ചിലപ്പോ നമ്മൾ നല്ല കൂട്ടുകാരായേക്കാം അടുത്ത് പരിചയപ്പെട്ടവരായേക്കാം ഇല്ലേ ആ പരിചയത്തിന്റെ പേരിൽ നമ്മൾ പരസ്പരം വിളിക്കും കാര്യങ്ങൾ പറയും സംസാരിക്കും എല്ലാം ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കൂട്ടത്തിൽ വിളിക്കുന്ന ആളിന്റെ ഉദ്ദേശം വേറൊന്നുകൂടെയാണ് ആ ഒരു ഉദ്ദേശം വെച്ചാണ് അവർ വിളിക്കുന്നത് എങ്കിൽ പിന്നെ ചില ആളുകളോട് അങ്ങനെ ചോദിച്ചാൽ പറയും സുബ്ഹാനല്ലാഹ് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കോരിക്കൊടുക്കുന്ന കുറെ ടീമുകൾ വേറെ ഇല്ലേ പക്ഷെ എന്നാലോ ഈ മനുഷ്യ ഇതൊന്നും അറിയുന്നുണ്ടാവൂല ഇതൊന്നും അറിയാത്ത കഥകളും കാര്യങ്ങളും പറയുന്നുണ്ടാകും അങ്ങനത്തെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പറഞ്ഞു പോയാൽ മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ് അതുകൊണ്ട് ആ ഒരു വഴിയിലൂടെ പോകരുത്
അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരാളെ പറ്റി അറിയാൻ മറ്റുള്ളവരോട് ചോദിക്കുന്നത്. ഫില്ലദീന ആമനൂ, അവർ നിസ്കരിക്കാത്തവരോ നോമ്പ് നോക്കാത്തവരോ സ്വതക്ക ചെയ്യാത്തവരോ അല്ല. അവർ നിസ്കരിച്ചവരാണ്, അവർ ഉംറ ചെയ്തവരാണ്, അവർ ഹജ്ജുകൾ ചെയ്തവരാണ്, അവർ സക്കാത്ത് കൊടുത്തവരാണ്, അവർ സ്വതക്ക ചെയ്തവരാണ്, റമദാനിൽ നിസ്കരിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ റമദാനിൽ കടന്നു വന്നു, നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നില്ലേ? അതിന്റെ അർത്ഥം തന്നെ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥമാണ്. വീണ്ടും നമ്മുടെ മനസ്സിനെ നമുക്കൊരു മാനസാന്തരപ്പെടുത്തണം നന്മയിലേക്ക്. അതിലേക്ക് വരാൻ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഒരാളുകളെയും നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. എന്തേ കാരണം? അവരെ പറ്റി അറിയാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും അല്ലാഹുവുണ്ട്. അവരെന്ത് ചെയ്താലും എന്ത് പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയാലും അതെല്ലാം അല്ലാഹുവിനറിയാം. അതുകൊണ്ടാണ് ആദ്യത്തെ ആയത്ത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ആ തെറ്റിന്റെ പേരിൽ പിടിച്ചു തൂങ്ങിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു കാര്യമില്ല. ലോകം അങ്ങനെയാണ്. എന്നാൽ അവിടെ നിന്ന് അല്ലാഹുവേ ജീവിതത്തിൽ അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരൊക്കെ എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയാലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലൊന്നും ആ മനുഷ്യന് പേടിയില്ല. ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം. ചില ആളുകൾ പലതും ഇങ്ങനെ പറയും, പലതും പറഞ്ഞ് പേടിപ്പിക്കും, അതിനകത്തൊന്നും വീഴൂല, അതിലൊന്നും വീഴൂല. ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്ന് വിചാരിക്കും, ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്തേ പറഞ്ഞു എന്നറിയുമോ? നിങ്ങൾ അതിന്റെ പിന്നാലെ പിടിച്ചു തൂങ്ങി നിങ്ങളും നിൽക്കരുത്. നമ്മുടെ നടക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളെ പറ്റി ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അടങ്ങുക. രണ്ട് കൈ കൊണ്ട് മുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരു കൈ കൊണ്ട് അടിച്ചാൽ അവിടെ മാത്രം ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടേയിരിക്കും, ഇല്ലേ? ജീവിതത്തിൽ കുടുംബങ്ങൾ വഴക്കുണ്ടാവുമ്പോ അങ്ങോട്ട് പറയുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വഴക്കുണ്ടാവുക. ഒരാൾ മിണ്ടാതിരുന്ന ഒരു കുഴപ്പമില്ല, ആള് പറയുന്ന എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോളൂ, ഇല്ലേ? അങ്ങനെ നമ്മൾ മൈൻഡാക്കണം. അപ്പൊ നമുക്ക് ആരെയും ഒന്നും ഒരു പേടിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനെ വകവെക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. എന്റെ വാക്കല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. ചില ആളുകൾ എന്തെങ്കിലും കേട്ടാല്, 10 ആളുകൾ എന്തെങ്കിലും പറയുമ്പോ എന്റെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പടച്ചോനെ ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുമ്പിൽ നടക്കും? നമുക്ക് നടക്കാം. നമുക്ക് നാളെ നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെന്നറിയുമോ? യൗമ യദഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദഉ ആദമും വ അംബിയാ. എല്ലാ പ്രവാചകന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയില് അവിടെ ആരും സഹായത്തിനില്ലാതെ, ആരും കടന്നു വരാതെ സങ്കടപ്പെടുന്ന ഒരു സമയമുണ്ടാകും, ഒറ്റക്ക്. ആ സമയത്ത് ചില ആളുകളുടെ വാക്ക് കേട്ട് പേടിച്ച് വരണ്ട അവശനായി അവരുടെ പിന്നാലെ തന്നെ വീണ്ടും പരക്കം പാഞ്ഞു പോയവർക്കൊന്നും അവിടെ രക്ഷപ്പെടാൻ പറ്റൂല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അള്ളാഹുലേക്ക് തൗബ ചെയ്താൽ അള്ളാഹ് നോക്കിക്കോളും. വീണ്ടും ആ തെറ്റിന്റെ പേരിൽ പറഞ്ഞിട്ട് ഒരാളെയും പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പോവുകയോ ചെയ്യരുത്. ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം. അതാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങൾ നല്ലതുപോലെ അള്ളാഹുലേക്ക് തൗബ ചെയ്യണം, ബിസ്മി ചൊല്ലണം. അതുപോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇനി എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഇനി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഫൽയഖുൽ ഖൈറ, ഒരു മനുഷ്യന്റെ നന്മകൾ പറഞ്ഞു. ഇല്ലെങ്കിൽ ഔലി യസ്മുത്ത്, നിങ്ങൾ മിണ്ടാതിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ വേണ്ടി പോകേണ്ടുന്ന ഒരാവശ്യമില്ല, ഇല്ലേ? ചില ആളുകൾ എന്താ ചെയ്യാ? ഇങ്ങനെ ഓരോരുത്തർക്കും വിട്ടു ഇങ്ങനെ കൊടുക്കും. കണ്ടാടി നീ വായിച്ച സുബൈദ ഖദീജ അറിഞ്ഞല്ലോ, എന്തറിഞ്ഞ? ആരറിഞ്ഞാലും ആദ്യം അറിയുന്നത് അല്ലാഹുവാൻ. അതുകൊണ്ടാണ് മൂന്നാമത്തെ ആയത്ത് അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ
അത് മാത്രവുമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇന്ന ബഅദല്ലന്നി യസ്മ ഒരു മനുഷ്യനെ പറ്റി ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഖുർആൻ ചില ആളുകളെ പറ്റി ചിന്തിക്കല് മോശമായത് ചിന്തിക്കല് അല്ലേ പറയാൻ നിങ്ങൾ ഇന്നലെ അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ മറ്റാളോട് പറഞ്ഞില്ലേ നിങ്ങളിപ്പോ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും ഇപ്പൊ പറഞ്ഞു കാണും ഊഹാപോകാണ് ചില ആളുകളുടെ മനസ്സില് അത് ഏറ്റവും വലിയ തെറ്റാണ് അത് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ കുറ്റമാണ് അതുകൊണ്ട് ഒരാളെയും കുറ്റപ്പെടുത്തരുതെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി അറിയുമോ എന്റെ പ്രിയമുള്ളവരെ നല്ലതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നീ നിന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്ന് ജീവിതം മെച്ചപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ് അതിനെപ്പോലെ ഭാഗ്യമുള്ള ഒന്നില്ല അതിനെപ്പോലെ സന്തോഷമുള്ള ഒന്നില്ല അതിനെപ്പോലെ നിഅമത്തും ആനന്ദവും ഉള്ള ഒന്നില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് അല്ലാഹുവേ ഇതിൽ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് കൊച്ചുമക്കളുണ്ട് പടച്ചവനെ അല്ലാഹുവേ അവരുടെയൊക്കെ വേദനകളെ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളെ മാറ്റണേ അല്ലാ പടച്ചവനെ ഈ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങളുടെ മെസ്സേജുകൾ സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ മെസ്സേജുകൾ വായിച്ചുപോയി അല്ലാ എല്ലാവരുടെ കമന്റും നിനക്കറിയാം അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ പ്രതിഫലം കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ നിഅമത്ത് കൊടുക്കണേ അല്ലാ പടച്ച റബ്ബേ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ വഴികളിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അല്ലാഹുവേ ളാലിമീങ്ങളുടെ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗ്ഗം തരണേ അല്ലാ മാരകമായ രോഗങ്ങൾ തരല്ല അല്ലാ അപസ്മാരം തരല്ല അല്ലാ ക്യാൻസർ തരല്ല അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് തരല്ല അല്ലാ ഞങ്ങളുടെ ഭാര്യമാർക്ക് തരല്ല അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരല്ലേ അല്ലാ അല്ലാഹുവേ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ വരുത്തല്ല അല്ലാ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിച്ചവരുണ്ട് പല സഹോദരങ്ങളും നല്ല മനസ്സോടെ കടന്നു വന്നവരുണ്ട് കരുണക്കടലായ അല്ലാ അവരവക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹുവേ മനസ്സിന്റെ ആവലാദികളും വേവലാദികളും ദുഃഖങ്ങളെല്ലാം നീ അകറ്റി കൊടുക്കണേ അല്ലാ പടച്ചവനെ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം സമയത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങള് നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ സഫലമാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ല സ്വഭാവമുള്ള മക്കളാക്കണേ അല്ലാ രോഗങ്ങളില്ലാത്ത മക്കളാക്കണേ അല്ലാ സങ്കടങ്ങളില്ലാത്ത മക്കളാക്കണേ അല്ലാ ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ മാതാവിനും പിതാവിനും ഇരുലോകത്തും ഉപകാരപ്പെടുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പടച്ചോനെ അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹുവേ രാജസയ്യിദാവായ അല്ലാഹ് ഒരുപാട് ആളുകൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അല്ലാഹുവേ ജീവിതത്തിൽ അത് മറന്നു പോകാതെ ആ സമയത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ലാ പടച്ചോനെ അവരെ നീ സ്വീകരിക്കണേ അല്ലാ അവരെ നീ കബൂലാക്കണേ അല്ലാ
ഒരു രോഗമോ ഒരു സങ്കടമോ ഒരു വിഷമമോ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ വഴിയിലേക്ക് ആക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, മാരകമായ രോഗമുള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, അറ്റാക്കുള്ളവരുണ്ട്, അങ്ങനെ തുടങ്ങി 100 പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടല്ലോ. എല്ലാവരുടെ മനസ്സിന്റെ വേദനകളും രോഗങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.